ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇറ്റ്സ് വി ജി ആൻഡ് ജി ടെൻസ്. നാളെ ഇലക്ഷൻ ആണല്ലോ, എല്ലാവർക്കും അറിയാവുന്ന ആരാണ് നാളെ ഇലക്ഷൻ ആണെന്ന്. അപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന ആലപ്പാട് പഞ്ചായത്തിലെ 2ാം വാർഡിലാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടുത്തെ 3 കാൻഡിഡേറ്റ്സിനെയും പരിചയപ്പെടാം. ആലപ്പാട് ഗ്രാമപഞ്ചായത്ത് LDF സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന എൻ്റെ പേര് സലിന. ഞാൻ മുൻ വർഷത്തെ വാർഡ് മെമ്പർ കൂടിയായിരുന്നു. 2ാം വാർഡിൽ നിന്നാണ് മത്സരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രവർത്തന മികവിൻ്റെ ഫലമായിട്ടാണ് ഞാൻ വീണ്ടും ഒരു ജനപ്രതിനിധിയാകുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്ഥാനാർത്ഥിയായി വന്നിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ പ്രവർത്തന മികവാണ് നമ്മുടെ ഗ്രാമസഭകളിലൂടെ അടിയത്തട്ടിൽ നിന്നുള്ള ജനങ്ങളെ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്നതിനായും വാർഡിൻ്റെ പല വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിനായും സാധിച്ചിട്ടുണ്ട്. പശ്ചാത്തല മേഖലയിലും നമുക്ക് എല്ലാ ജനവിഭാഗങ്ങളെയും സംയോജിപ്പിച്ചുകൊണ്ട് എല്ലാ ജനങ്ങൾക്കും വേണ്ടുന്ന എല്ലാ ആവശ്യങ്ങളും സാധിച്ചു കൊടുത്തുകൊണ്ട് ക്ഷേമ പ്രവർത്തനങ്ങൾ സാധിച്ചു കൊടുത്തുകൊണ്ട് നല്ലൊരു മുന്നേറ്റം കഴിഞ്ഞ 5 വർഷം നമ്മുടെ വാർഡിന് നടത്താൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെയുള്ളൊരു പ്രവർത്തനം ഇനിയുള്ള വർഷങ്ങളിലും നമുക്ക് നടത്താൻ സാധിക്കും. ഒരു ജനപ്രതിനിധി എന്ന് പറഞ്ഞാൽ ഓരോ ജനങ്ങളുടെയും ഒരു സേവകനായിട്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓരോ സാധാരണക്കാരൻ്റെയും എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇനിയുള്ള വർഷങ്ങളും കഴിഞ്ഞ വർഷം നമുക്ക് അത് കംപ്ലീറ്റ് ആയിട്ടും എല്ലാ വിഭാഗത്തിനും ചെയ്തു കൊടുക്കാൻ സാധിച്ചു. തുടർന്നും അത് ഉണ്ടാവും. ഞാൻ പ്രേമേന്ദ്രൻ, LDFിൻ്റെ ആലപ്പാട് പഞ്ചായത്ത് 2ാം വാർഡ് സ്ഥാനാർത്ഥിയും മത്സരിക്കുന്നു. കൈയാണ് എൻ്റെ അടയാളം. ഞാൻ ഏറെക്കാലമായി ഒരു കോൺഗ്രസ് പൊതുപ്രവർത്തകനുമായിട്ട് ഈ മണ്ഡലത്തിലും എല്ലാവിധ പ്രവർത്തനങ്ങളിലും പങ്കാളിയാകുന്നു. നിലവിൽ അഴീക്കൽ പൂക്കോട്ടുകരയത്തിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി എന്നീ നിലകളിൽ മുൻകാലങ്ങളിൽ പ്രവർത്തിച്ചു. ഇപ്പോഴും പൊതുപ്രവർത്തനമാണ്. ഗോചര ഭരണസമിതി മെമ്പർ എന്ന നിലയിൽ ഇപ്പോഴും വർക്ക് ചെയ്യുന്നു ഞാൻ. പിന്നെ എൻ്റെ വികസന പ്രവർത്തനങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ ഈ വാർഡിൻ്റെ ഈ ഒരു പരിസ്ഥിതിക വിഷയമുണ്ട് ഈ വാർഡിനെ സംബന്ധിച്ച്. ഈ വാർഡ് 4 ഭാഗമായി കിടക്കുന്നു. അഴീക്കൽ, ഇടച്ചിറ, ആയിരംകുന്ന് തെക്ക്, ആയിരംകുന്ന് വടക്ക് എന്നിങ്ങനെ ഒരു വാല് പോലെ കിടക്കണം. അവിടത്തേക്ക് യാത്രാ പ്രശ്നങ്ങളും റോഡ് പരിപൂർണമായി എത്താത്തതും ഒക്കെ ഒരു വലിയ വിഷയമാണ്. പിന്നെ അവിടെ ഒരു അംഗനവാടി അതും സ്ഥലമില്ലാത്തതുകൊണ്ട് കഴിഞ്ഞ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അതിൻ്റെ പ്രവൃത്തികൾ എല്ലാം നടത്തിയിട്ടും അത് വിജയപ്രദമായില്ല. അതും നടത്തണം. പിന്നെ കൂടാതെ ഈ വടക്ക് ഭാഗത്ത് ഒട്ടനവധി റോഡുകളും ചെയ്യാണ്ടുള്ളത്. പല വീടുകളിലും വെള്ളക്കെട്ടിലാണ്. അതിനൊക്കെ ഒരു പരിഹാരം കാണണം. അതാണ് എൻ്റെ വികസനമാണ് എൻ്റെ ലക്ഷ്യം. നിങ്ങളുടെ എല്ലാം സഹായവും സഹകരണവും ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഞാൻ ആലപ്പാട് ഗ്രാമപഞ്ചായത്ത് 2ാം വാർഡിൽ നിന്നും LDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന ഹരി. ഇവിടെ ഈ ആലപ്പാട് പഞ്ചായത്തിലെ 2ാം വാർഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. ഞാനത് ചുരുക്കി പറയുകയാണ്. കാര്യം എന്ന് പറയുമ്പോൾ ഈ പഞ്ചായത്തിൽ തന്നെ ഏറ്റവും വലിയൊരു വാർഡ് ആയതിനാൽ ഏത് കക്ഷിയുടെ വന്നാലും ഇവിടെ വികസനം പൂർണ്ണമായിട്ടും എത്തിച്ചേരുന്നില്ല. കാര്യം ഇതിൻ്റെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള വിസ്തൃതിയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഘടകം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പരമാവധി ആൾക്കാർ ശ്രമിച്ചിരുന്നു. എന്നാൽ തന്നെ വികസനം പൂർണ്ണമായിട്ടും എത്തിക്കുന്നതിൽ മുൻപും പരാജയം സംഭവിച്ചിട്ടുണ്ട്. അതിനകത്ത് കുറേ എതിർപ്പുകൾ വന്നിട്ടുണ്ട്. അതിനെയൊക്കെ തരണം ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് പോയിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ BJP ഇതുവരെ ഇവിടെ ഒരു മുന്നണിയായിട്ട് വന്നിട്ടില്ല. ഇപ്പോൾ ഈ വർഷം മുതലാണ് NDAയുടെ ഒരു മുന്നണി സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ BJP ഇച്ചിരി ശക്തമായി പ്രവർത്തന രംഗത്തുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇത് ഒരു അവസരമായിട്ട് വന്നു തീർന്നാൽ NDAയ്ക്ക് ഒരു അവസരം കിട്ടിയാൽ ഞങ്ങൾ ഈ വാർഡിൻ്റെ പൂർണ്ണമായ വികസനത്തിന് വേണ്ടിയിട്ട്, സമഗ്ര വികസനത്തിന് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കും, സഹകരിക്കും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നന്ദി, നമസ്കാരം. ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതിലും നല്ലൊരു വീഡിയോയുമായി നമുക്ക് ഇനിയും കാണാം. അതുവരേക്കും GNG Twins സൈനിങ് ഔട്ട്.